ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നാം ഈ ലോകത്തിൽ നിന്നും യാത്ര പറയുമ്പോൾ നാം ആരെയൊക്കെ വളരെ പ്രിയമായി കരുതുന്നുവോ അവരാരും തന്നെ നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. നാം നേടിവെച്ച സമ്പത്തോ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുജനങ്ങളോ, അതുപോലെ നാം വാരിക്കൂട്ടി വെച്ച സമ്പത്തോ ഒന്നും തന്നെ നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. നാം തനിച്ചു മാത്രമായി ആണ് യാത്ര തുടങ്ങുന്നത്. അതിനാൽ ഈ ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. എപ്പോഴും നമ്മോടൊപ്പമുള്ളത് ആരാണോ അതിനെയായിരിക്കണം നാം ജീവിച്ചിരിക്കുമ്പോഴും ആശ്രയിക്കേണ്ടത്. അതിനാൽ കൂടെ പിറന്നോരും ബന്ധുക്കളും വീടും ധനങ്ങളും നാടും ഒന്നും കൂടെ വരില്ലഹോ കൂടു പതിക്കുമ്പോൾ നേടിക്കൊള്ളുക ആനന്ദം ജീവിതത്തിൽ. ആ പരമാത്മാവിനെ കുറിച്ച് ഉള്ള അറിവും ആ അറിവിൻ്റെ അനുഭവമായ ആ ആനന്ദാനുഭൂതിയും ആ സുരക്ഷാബോധവും നമ്മുടെ ജീവിതത്തിൽ നാം നേടേണ്ടതായിട്ടുണ്ട്. അത് മാത്രമേ നമ്മോടൊപ്പം എന്നും ഉണ്ടാവുകയുള്ളൂ. നാം അമ്മയുടെ ഗർഭത്തിലേക്ക് വരുന്നതിന് മുമ്പും അമ്മയുടെ ഗർഭത്തിലെത്തിയ ശേഷവും 10 മാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോഴും നമ്മോടൊപ്പമുള്ള ഉറ്റ ബന്ധു ഈശ്വരൻ മാത്രമാണ്. നാം ജീവിക്കുമ്പോൾ ഇന്നേ വരെ, ഈ നിമിഷം വരെ നമ്മെ നിലനിർത്തുകയും തീറ്റിപ്പോറ്റുകയും നമുക്ക് വേണ്ടതെല്ലാം എത്തിച്ചു തരികയും ചെയ്യുന്നത് ഈശ്വരനാണെന്ന സത്യം നമ്മൾ മറന്നു പോകുന്നു. അത് മാത്രമേ നാം ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മോടൊപ്പം ഉള്ളു താനും. അതിനാൽ അതിനെയല്ലേ നാം പരമമായി ആശ്രയിക്കേണ്ടത്. അതല്ലേ നമ്മുടെ നിത്യജീവിതത്തിൽ ഉറ്റ സുഹൃത്തായിരിക്കുന്നത്. ആ ബോധത്തിൽ നിരന്തരം ആത്മവിചാരത്തോടു കൂടി ജീവിക്കുക, അതിനാണ് നാം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. ബാക്കിയുള്ളതെല്ലാം മെയിൻ ബിസിനസ് അതാണ്. ബാക്കിയുള്ളതെല്ലാം സൈഡ് ബിസിനസ്സായിട്ട് മാത്രമേ നമ്മൾ കാണാവൂ. അതിനാൽ നാം ഈ പരമസത്യം ഒരിക്കലും മറക്കരുത്. കൂടെ പിറന്നോരും ബന്ധുക്കളും വീടും ധനങ്ങളും നാടുമൊന്നും കൂടെ വരില്ലഹോ കൂടു പതിക്കുമ്പോൾ നേടിക്കൊള്ളുക ആനന്ദം എന്നുമെന്നും. ഈ കൂടാവുന്ന ഈ ശരീരം പതിക്കുന്ന സമയത്ത് നമ്മെ ഈ സേവിക്കാൻ ആരെല്ലാമുണ്ടോ, സ്നേഹിക്കാൻ ആരെല്ലാമുണ്ടോ, അവരാരും തന്നെ നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. അതിനാൽ ഈ സുഭാഷിത രത്നത്തെ നമ്മൾ നിരന്തരം മനനം ചെയ്ത് ഉറപ്പിക്കേണ്ടതാണ്. ഇത് മറക്കാതെ എപ്പോഴും ഓർമ്മയിൽ വന്നാൽ നാം ഒരിക്കലും ആ പരമാർത്ഥ സത്യത്തെ മറക്കുകയില്ല. അതുമായുള്ള താതാത്മ്യമാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ജീവിതം ധന്യമാക്കി തീർക്കുവാൻ ഏതൊരു വ്യക്തിയും നിരന്തര പരിശ്രമം ചെയ്തേ മതിയുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ.